ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ സ്റ്റോറിയാണ്. ഇത് ഈ വിഷമിച്ചിരിക്കുന്ന സീതാലക്ഷ്മിയുടെ കഥയാണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രചോദനമാകും. കഥയൊന്ന് കേട്ടു നോക്കൂ. സീതാലക്ഷ്മി ഒരു സാധാരണ വീട്ടമ്മയാണ്. ഭർത്താവിൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഏറെ ബുദ്ധിമുട്ടി. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ കയ്യിൽ പണമില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു പഴയ തയ്യൽ മെഷീൻ മാത്രം. ആദ്യം അയൽവാസികളുടെ ബ്ലൗസും മറ്റും തയ്ച്ചു കൊടുത്ത് തുടങ്ങിയതാണെങ്കിലും കാര്യമായ വരുമാനമൊന്നും അതിൽ നിന്ന് കിട്ടിയില്ല. പലരും കൂലി കൊടുക്കാൻ മടിച്ചു, ചിലർ കുറ്റം പറഞ്ഞു. ഇതുകൊണ്ടൊന്നും നീ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പലരും പരിഹസിച്ചു. സീതാലക്ഷ്മി പലപ്പോഴും കരഞ്ഞു പോയിട്ടുണ്ട്. ഒരു ദിവസം തൻ്റെ മകൾക്ക് വേണ്ടി ബാക്കി വന്ന തുണിക്കഷ്ണങ്ങൾ കൊണ്ട് സീതാലക്ഷ്മി ഒരു കൊച്ചു ബാഗ് ഉണ്ടാക്കി. അത് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരി അതിൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിലിട്ടു. പിറ്റേ ദിവസം മുതൽ ആ ബാഗിന് വേണ്ടി ഓർഡറുകൾ വരാൻ തുടങ്ങി. സീതാലക്ഷ്മി തളരാതെ അധ്വാനിച്ചു. പകലില്ലാതെ അധ്വാനിച്ചു. വെറും തയ്യൽ മെഷീൻ മാത്രമല്ല, ആ ബാഗുകളിൽ ചെറിയ ഡിസൈനുകൾ തുന്നിച്ചേർത്തു. വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി അവർ തൻ്റെ ബിസിനസ് വ്യാപിപ്പിച്ചു. ഇന്ന് സീതാലക്ഷ്മിക്ക് സ്വന്തമായൊരു ചെറിയ ബാഗ് നിർമ്മാണ യൂണിറ്റുണ്ട്. കൂടാതെ 5 സ്ത്രീകൾക്ക് ജോലിയും നൽകുന്നു. മാസം 1,00,000 രൂപയിൽ കൂടുതൽ അവർ ഇന്ന് സമ്പാദിക്കുന്നുണ്ട്. സീതാലക്ഷ്മിയുടെ കഥ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. നമ്മളെ ആരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ജോലിയെ ആരെങ്കിലും കുറച്ച് കാണുന്നുണ്ടെങ്കിൽ അവരോട് തർക്കിക്കാൻ നിൽക്കരുത്. പകരം നിങ്ങളുടെ വിജയം കൊണ്ട് അവർക്ക് മറുപടി നൽകുക. മാസം 1,00,000 രൂപ സമ്പാദിക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സീതാലക്ഷ്മിക്ക് തുണയായത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ പഴയ തയ്യൽ മെഷീൻ മാത്രമാണ്. ഇതുപോലെ നിങ്ങളുടെ കയ്യിലും കാണും ഒരു ചെറിയ കഴിവ്. അത് തിരിച്ചറിയുക, കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാവുക. വിജയം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്കും ഇതുപോലെയുള്ള ജീവിതത്തിൽ തളർന്നു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ.